മുഖ്യമന്ത്രി പ്രഖ്യാപനം AICCയുടെ കനത്ത ജാഗ്രത നിർദ്ദേശം പുറത്ത്. വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പുണ്ട്. ഭയം വേണ്ട, പക്ഷെ ചെറിയ ജാഗ്രത വേണം. ഏത് നിമിഷവും കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കാം എന്നിരിക്കെ സംസ്ഥാനത്ത് കനത്ത ജാഗ്രത നിർദ്ദേശം AICC നൽകിയിരിക്കുകയാണ്. ഭയം വേണ്ട, ചെറിയ ജാഗ്രത ഉണ്ടാവണം എന്ന്. പ്രഖ്യാപനം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ സ്റ്റീൽ കത്തി ഉപയോഗിക്കരുത്. ആക്രാന്തം കാണിക്കാതെ, അളിച്ചു വാരാതെ പിച്ചുപറിച്ച് തിന്നുകൊള്ളണം. അല്ലെങ്കിൽ എതിർപക്ഷക്കാരനുണ്ടെങ്കിൽ വെച്ച് കീച്ചു തരുവാൻ സാധ്യതയുണ്ടത്രേ. അതുപോലെ പട്ടി പ്രസവിച്ച് കിടക്കുന്നിടത്തേക്കും സതീശൻ്റെ വീടിനടുത്തേക്കും ആരും ഒറ്റയ്ക്ക് പോകരുത് എന്ന് നിർദ്ദേശമുണ്ട്. കടിച്ച് പറിച്ചു കളയുമത്രേ. പാർട്ടി ഓഫീസിലിരിക്കുന്ന പടക്കമെടുത്താരും പൊട്ടിക്കരുത്. ചിലപ്പോൾ അത് നാടൻ ബോംബോ പന്നിപ്പടക്കമോ തോട്ടയോ ഒക്കെ ആകുവാൻ സാധ്യതയുണ്ട്. ഇനി സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യാത്തവന്മാർക്ക് നാട്ടുകാരുടെ ജീവന് അപകടമുണ്ടാക്കാത്ത, കാര്യമായ ശമണ്ടൊന്നും ഉണ്ടാക്കാത്ത വല്ല ചൈനീസ് പടക്കമോ നാടൻ വാണമോ ഒക്കെ മേടിച്ച് പൊട്ടിക്കുകയോ കത്തിച്ച് വിടുകയോ ഒക്കെ ചെയ്യാമെന്ന് അറിയിപ്പിൽ പറയുന്നു. ചൂടുവെള്ളം, ചൂട് ചായ, ചൂട് പാല് ഒക്കെ ഒരാഴ്ച കാലത്തേക്ക് പാർട്ടി ഓഫീസുകളിൽ നിരോധിച്ചിട്ടുണ്ട്. കാരണം തിളച്ച ചൂടുവെള്ളമോ ചായയോ ഒക്കെ എടുത്തുകൊണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒഴിച്ചാൽ പൊള്ളി ഊപ്പാട് വരുവാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. അതുപോലെ പൊതുക്കെട്ടുകളുമായി ആരും വരുന്ന ഒരാഴ്ച കാലത്തേക്ക് ഓഫീസുകളിലേക്ക് വരരുത്. പൊതുക്കെട്ടുമായി വരുന്നവരുടെ പൊതുക്കെട്ട് പ്രവേശന കവാടത്തിൽ വെച്ച് തുറന്ന് പരിശോധിക്കുമത്രേ. എന്താണ് പൊതിഞ്ഞുകെട്ടി കൊണ്ടുവരുന്നത് എന്ന് പറയുവാൻ പറ്റില്ലല്ലോ എന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. അതുപോലെ പാർട്ടി ഓഫീസുകളിൽ തിങ്കളാഴ്ച വരത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 പേരിൽ കൂടുതൽ ഒരേ സമയം കൂട്ടം കൂടി നിന്ന് പാർട്ടി ഓഫീസുകളിലോ പരിസര പ്രദേശങ്ങളിലോ നിന്ന് ഇരുന്നോ കിടന്നോ നുണയും കുതിയും പറയരുത് എന്നും നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു സുപ്രധാനമായ അറിയിപ്പ് കൂടിയുണ്ട് കേട്ടോ. തുണി പറിച്ചടിക്ക് സാധ്യതയുള്ളത് കൊണ്ട് എല്ലാ പ്രവർത്തകരും നല്ല കെട്ടുള്ള, ആരും പെട്ടെന്ന് ഊരിക്കൊണ്ടുപോകാൻ സാധ്യതയില്ലാത്ത നല്ല ജട്ടി ഇട്ട് കൊണ്ടുവരണമെന്നും കേന്ദ്ര നേതൃത്വം അറിയിപ്പിൽ പറയുന്നു. അനാസ്ഥ കാണിച്ചാൽ ഉണ്ണിത്താന് പറ്റിയ പോലെ പടക്കം തത്സമയം നാട്ടുകാർ കാണും. അതുകൊണ്ട് ഭയം വേണ്ട, ചെറിയൊരു ജാഗ്രത മതി. അതുപോലെ ഭാരവാഹികളെല്ലാം ബാഡ്ജ് ധരിക്കണം. അല്ലെങ്കിൽ നേതാക്കന്മാരുടെയും വോട്ടർമാരുടെയും പേര് പറഞ്ഞ് തെമ്മാടികൾ മുതലെടുപ്പ് നടത്തുവാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. ഫ്ലെക്സ് ബോർഡ്, പോസ്റ്റർ, റീൽസ്, ഷോർട്സ് ഒക്കെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവന്മാരുടെ പേര് വെട്ടിക്കളയുമെന്നും ഹൈക്കമാൻഡൻ അറിയിക്കുന്നു. പിന്നെ പൊതുജനങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്. വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എന്ന് ന്യായം പറഞ്ഞ് വരുന്ന ഒരാഴ്ച കാലത്തേക്ക് ഒറ്റയൊരെണ്ണം പുറത്തിറങ്ങരുത്. എന്തും സംഭവിക്കാം. പേപ്പട്ടിയെ പോലും പേടിക്കേണ്ടതില്ല. പക്ഷേ മോഹഭംഗമുണ്ടായ നേതാക്കന്മാരെ നിങ്ങൾ പേടിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. ഇവറ്റകൾ എന്ത് വേണമെങ്കിലും ചെയ്യുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് AICC നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് ഭയം വേണ്ട, സ്വല്പം ജാഗ്രത മതി. പൊതുജന താൽപര്യാർത്ഥം i2i ന്യൂസ്. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.